തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തെറ്റായ സാമ്പത്തിക നയങ്ങളിൽ പ്രതിഷേധിച്ചും സാമ്പത്തിക ധൂർത്തിൽ പ്രതിഷേധിച്ചും തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയനും തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് പെൻഷനേഴ്സ് യൂണിയൻ UTUCയും അടുത്ത മാസം 8-ാം തീയതി നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ശക്തമായ പ്രക്ഷോഭ പരിപാടികളെക്കുറിച്ച് യൂണിയൻ്റെ സംസ്ഥാന നേതാക്കളും RSPയുടെ സംസ്ഥാന ദേശീയ സമിതി അംഗമായ സഖാവ് K. ജയകുമാറും സ്റ്റേറ്റ് ഫോർവേഡിനോട് സമർപ്പിക്കുന്നുണ്ടെങ്കിലും ഈ ഡിമാൻഡുകൾ അംഗീകരിക്കുവാനോ ആ ഡിമാൻഡുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുവാനോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ കാലഘട്ടത്തിൽ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണ രംഗത്ത് ഉള്ള അപാകതകൾ ചൂണ്ടിക്കാണിക്കുന്നതിനും ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനും ആവശ്യമായ ഒട്ടനവധി നിർദ്ദേശങ്ങളും ഒട്ടനവധി ആവശ്യങ്ങളും ദേവസ്വം ബോർഡിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതിനും പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിൽ നന്ദൻകോട്ടിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വരെ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയനും തിരുവിതാംകൂർ ദേവസ്വം പെൻഷനേഴ്സ് യൂണിയനും സംയുക്തമായി പ്രകടനം നടത്തുകയും അവിടെ വെച്ച് NK പ്രേമചന്ദ്രൻ MP ആ നിവേദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടിട്ട് ദേവസ്വം ബോർഡിൽ ജീവനക്കാരുടെ 22 കൂട്ടം ആവശ്യങ്ങളടങ്ങിയ നിവേദനങ്ങൾ സമർപ്പിക്കുന്നതുമാണ്. ഈ നിവേദനവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായ സമീപനം ഉണ്ടാകുന്നില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ സമരങ്ങളിലേക്ക് ദേവസ്വം എംപ്ലോയീസ് യൂണിയനും പെൻഷനേഴ്സ് യൂണിയനും ഉണ്ടാകും എന്ന് എല്ലാ ജീവനക്കാരെയും അറിയിച്ചുകൊള്ളുന്നു. തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് പെൻഷനേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് PS പ്രസാദ് സ്റ്റേറ്റ് ഫോർവേഡിനോട് ദേവസ്വം ബോർഡിൻ്റെ തെറ്റായ നയങ്ങളും ധൂർത്തും അവസാനിപ്പിക്കണമെന്നും ക്ഷേത്ര ജീവനക്കാരെയും പെൻഷൻകാരെയും ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും മരിച്ച ആശ്രിതരുടെ നിയമനങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വേണ്ടി കത്ത് നൽകിയിട്ടും ദേവസ്വം ബോർഡ് ചർച്ചയ്ക്ക് യൂണിയൻ നേതാക്കളെ വിളിക്കുന്നില്ല. ആ സാഹചര്യത്തിൽ വരുന്ന ഒക്ടോബർ 8-ാം തീയതി രാവിലെ മാർച്ച് ധർണയിൽ നടത്തുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനായ MP NK പ്രേമചന്ദ്രനാണ്. ആ സമയത്ത് ദേവസ്വം ജീവനക്കാരും പെൻഷൻകാരും നന്ദൻകോട് പങ്കെടുക്കുന്നതാണ്. ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മനു നമ്പൂതിരി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മാതൃസംഘടനയായ RSPയുടെ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ്റെ പെൻഷനേഴ്സ് യൂണിയൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ദേവസ്വം ബോർഡ് പടിക്കൽ 8-ാം തീയതി നടക്കുന്ന ധർണയും അവകാശ പത്രികയുടെ സമർപ്പണവും നടത്തുകയാണ്. ജീവനക്കാരുടെ നിരന്തരമായ ആവശ്യങ്ങൾ നൽകി വന്നിരുന്നത് ദേവസ്വം ബോർഡ് റദ്ദാക്കുകയും കാലാനുസൃതമായി ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും അവകാശമായി ഉന്നയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത്. പല പല അവകാശങ്ങളും നിരവധി സമരങ്ങളിലൂടെ നേടിയെടുത്ത സംഘടനയാണ് RSPയുടെ UTUC എന്ന സംഘടന. അവയെല്ലാം തന്നെ ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും അത് നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് സംഘടന ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവനക്കാർക്ക് വേണ്ടിയിട്ട് എല്ലാവിധ അവകാശങ്ങളും നേടിയെടുക്കാൻ ഈ സംഘടന പ്രയത്നിക്കുക തന്നെ ചെയ്യും. ഈ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി പാർട്ടി നിയോഗിക്കപ്പെട്ട ചുമതലക്കാരനും RSP ദേശീയ സമിതി അംഗവും UTUCയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ സഖാവ് K. ജയകുമാർ. തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ്റെയും തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് പെൻഷനേഴ്സിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 8-ന് നടക്കുന്ന പ്രതിഷേധ മാർച്ചും ധർണയും വൻപിച്ച വിജയമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാ ക്ഷേത്ര ജീവനക്കാരും പെൻഷൻ പറ്റിയ ജീവനക്കാരും സജീവമായി പങ്കെടുക്കണമെന്നാണ് എനിക്ക് ആദ്യമായി അഭ്യർത്ഥിക്കുവാനുള്ളത്. അതോടൊപ്പം ഒട്ടനവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സമരചരിത്രത്തിൽ ഒട്ടനവധി ഏടുകൾ എഴുതി ചേർക്കപ്പെട്ട UTUC നേതൃത്വം നൽകുന്ന ഈ 2 സംഘടനകളുടെയും ഒരു സമര ചരിത്രം അത് ഓർമ്മിപ്പിക്കുന്നതായിരിക്കണം
8-ാം തീയതി നടക്കുന്ന സമരം അത് വിജയിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയും നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തൊഴിലാളികളെ പാട്ടിലാക്കുന്ന നടപടികൾ CITUവും INTUCയും തുടർന്നു പോകുന്നു. അതിൽ നമ്മുടെ തൊഴിലാളികൾ നിർഭാഗ്യവശാൽ വംശംധരാകുന്നു പല സ്ഥലത്തും. അത് മാറ്റുന്നതിന് വേണ്ടിയും നിലവിലുള്ള തൊഴിലാളികൾക്ക് കൂടുതൽ ഊർജ്ജസ്വലതയും ധൈര്യവും കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറേ കാലമായി നമ്മളൊരു ശബ്ദം ദേവസ്വം ബോർഡ് മുന്നിൽ പ്രകടിപ്പിച്ചിട്ടില്ല. അപ്പോൾ അത് കുറേ കാലത്തിന് ശേഷം നടത്തുന്ന ഈ ധർണ മാർച്ചും വിജയിപ്പിക്കുവാൻ ഓരോ തൊഴിലാളികളെ നേരിട്ട് കണ്ടെത്തി അവരെ ഇതിൽ പങ്കാളികളാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇനി ഒരു മാസമേ ഉള്ളൂ. നിങ്ങളത് പൂർണ്ണമായും ആ പ്രവർത്തനത്തിൽ സജീവമായി ഉണ്ടാകണമെന്നും മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിസ്മരിക്കുന്നു. സ്റ്റേറ്റ് ഫോർവേഡ് കൊല്ലം.